മന്ത്രവാദക്രിയയിലൂടെ നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നിരീക്ഷണം പോലീസിന് നേരത്തെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നെടുങ്കണ്ടം സ്വദേശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സ്വദേശികളായ മുസ്ലിം ലീഗ് നേതാവ് ഷിബു, ഇർഷാദ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ രാജശേഖരൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കൃഷ്ണനുമായി ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ ഷിബു സുഹൃത്തുമായി നടത്തുന്ന നിർണായക ഫോൺ സംഭാഷണം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പിന്നെ കടങ്ങളൊക്കെ നമ്മളതൊക്കെ തീരുവോടെ കോടികൾ നമ്മളെ കയ്യിൽ വരും. സമാനപ്പെടും ചേർക്കാന്ന് പറഞ്ഞത് ആരെങ്കിലും ഇപ്പൊ തൽക്കാലം ഒന്ന് മറിക്കാതിരിക്കാൻ ഒന്ന് 2 ദിവസത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റും. നമ്മളാ ബിസിനസ് ചീഫിന് അയാള് ട്രിവാൻഡ്രത്ത് ഹോട്ടലിലെ ഷൂട്ട് റൂം എടുത്ത് കിടക്കുകയാണ്. 3 മാസം കൊണ്ട് ഇപ്പൊ അവിടെ കിടക്കുകയാണ്. അപ്പം ചില അത്ര ക്രിട്ടിക്കൽ കേസാണ്. നീ ഹെൽപ്പ് ചെയ്താൽ നിന്നെ അയാളെ നീ നേരിട്ട് വന്നാൽ മതി, നമ്മളെ കൊണ്ട് തരണ്ട. നീ നേരിട്ട് നമ്മളെ പറയണ സ്ഥലത്ത് ട്രിവാൻഡ്രത്ത് ഹോട്ടലിൽ വരണം. അങ്ങനെയാണ് കേട്ടോ. കൊല്ലപ്പെടുന്നതിന് മുമ്പ് കൃഷ്ണന്റെ ഭാര്യ സുശീല സാമ്പത്തികമായി പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് സഹോദരിയോട് പറഞ്ഞതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഷിബുവിന്റെ ഫോൺ സംഭാഷണവും മൊഴിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ 6 വിരലടയാളങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വണ്ണപ്പുറത്തെയും സമീപ പ്രദേശങ്ങളിലെയും ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.